കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം തുടരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. Going to everyone's house. I came here because I have not met him yesterday. He was not there. He went to Guruvayur. So he has come back. So it is my duty to come. I have come here. I am speaking to all the leaders. Will he be a part of cabinet? Ramesh is standing. He will tell whatever he wants to do. യെസ്, മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ തീരുമാനിക്കും, അദ്ദേഹം പറയും എന്നാണ് ദീപാദാസ് മുൻഷി എന്തായാലും പറയുന്നത്. എന്നാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇന്നലെ VD സതീശനെ കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് തീരുമാനിച്ചത്. അതിനുശേഷം ഇടഞ്ഞു നിന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം ഗുരുവായൂരിൽ പോയി, സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു പോയി. ഹൈക്കമാൻഡിന് മുഖം കൊടുത്തില്ല. ഇന്ന് VD സതീശൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അനുനയ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. അതിനുശേഷം കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എത്തിയേറെ നേരം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം? അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യത്തോട് AICC എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തരമന്ത്രി പദം തനിക്ക് വേണം എന്നുള്ളൊരാവശ്യം രമേശ് ചെന്നിത്തല പറയുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ദീർഘനാൾ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല, നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ജോസഫ് വാഴക്കനെ, തൻ്റെ വിശ്വസ്തനായ ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷനാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല AICCക്ക് മുന്നിലും വെച്ചിരിക്കുന്നത്. അതും കൂടാതെ അദ്ദേഹം തനിക്കൊപ്പം നിന്ന MLA മാരുണ്ട്, അവരെ പരിഗണിക്കണം, മന്ത്രിസ്ഥാനത്തേക്ക് അവരെ കൂടി പരിഗണിക്കണം, അതിൽ ചിലരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രമേശ് ചെന്നിത്തല VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. RB സനൂപ് ഒരുപക്ഷെ അതിന് ഉത്തരം നൽകിയേക്കും. ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് RB സനൂപ് ചേരുകയാണ്. സനൂപ്, ചെന്നിത്തല ഈ VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ നിമിഷം നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ അദ്ദേഹം? അതല്ല AICC ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ മയം വരുത്താൻ ചെന്നിത്തല തയ്യാറായിട്ടുണ്ടോ? ഉടനടി തീരുമാനമെടുക്കുമെന്നാണ് മഹേഷ് ഇക്കാര്യത്തിൽ ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഇപ്പോഴും ഈ ഒരു അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കാൻ. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പ്, അതിനോടൊപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനം, ഒപ്പം തന്നോടൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് ഉള്ള മന്ത്രിസ്ഥാനം, ഈ 3 കാര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ദീപാദാസ് മുൻഷി കണ്ടപ്പോഴും പറഞ്ഞത്. AICCയിൽ നിന്ന് ദീപാദാസ് മുൻഷിക്ക് പുറമെ AICC സെക്രട്ടറി PV മോഹൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും അദ്ദേഹത്തെ ഒന്ന് കണ്ടുപോയിരുന്നു. പക്ഷേ ആ സമയത്ത് കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോയില്ല. 15 മിനിറ്റ് ഒരു കൂടിക്കാഴ്ച മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. സൗഹൃദമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു. പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ ദീപാദാസ് മുൻഷിയോട് തന്നെയാണ്. അതുകൊണ്ട് നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല. ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പറയുന്ന പോലെ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അനിശ്ചിതത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രി പദം അത് തനിക്ക് അർഹതപ്പെട്ടതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അത് അപ്രസക്തമായിട്ടുള്ള വകുപ്പുകൾ പോരാ, ഏറ്റവും ശക്തമായിട്ടുള്ള വകുപ്പ് തന്നെ വേണമെന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ADGP G ലക്ഷ്മണൻ അദ്ദേഹത്തെ വന്ന് കണ്ടത്. സൗഹൃദ സംഭാഷണം, സൗഹൃദ കൂടിക്കാഴ്ച മാത്രമെന്നാണ് ADGP G ലക്ഷ്മൺ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ MD കൂടിയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരുൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ വന്ന് കാണുന്നുണ്ട്. പഴകുളം മധു, അബിൻ വർക്കി തുടങ്ങിയ MLA-മാരടക്കമുള്ളവർ, അൻവർ സാദത്ത് അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അണികളും ഇപ്പോഴും രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ തന്നെയുണ്ട്. ഒരു നേരത്തെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമെന്ന് കരുതി നിന്നവരാണ്, അതുണ്ടായില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് വരുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഈ അണികളടക്കം ഉറ്റുനോക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തീരുമാനം ഉടനടി
ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും AICC അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അനുനയ നീക്കത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന് രമേശ് ചെന്നിത്തല വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്നത് 28ാമത്തെ വയസ്സിൽ താൻ മന്ത്രി സ്ഥാനത്ത് വന്ന ആളാണ്. അതായത് 1986 കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ അന്ന് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നതാണ്. അപ്പോൾ താൻ ഇത്രയും ജൂനിയർ ആയിട്ടുള്ള VD സതീശന് കീഴിൽ മന്ത്രിയായിട്ട് ഇരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അപ്പം ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ മന്ത്രിസഭയിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയും അതേപോലെ തന്നെ നീക്കവും ഇപ്പോഴും തുടരുന്നത്. ശരി, RB സനൂപ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്നാണ് ചേരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചൊരു വ്യക്തമായ സൂചന ഉണ്ടായേക്കും, ഒരു ചിത്രം തെളിഞ്ഞേക്കും. ഹൈക്കമാൻഡ് നിരന്തരം ഇടപെടുന്നുണ്ട്. രമേശ് ചെന്നിത്തല VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിലേക്ക് അംഗമാകാനെത്തുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുള്ള ഒരു ചോദ്യം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് ആ സ്ഥാനം VD സതീശൻ വന്നതോടുകൂടി അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ ഏറ്റവും ഒരു കീ പോസ്റ്റ് മന്ത്രിസഭയിൽ വേണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല AICC നേതൃത്വത്തോടും പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചെത്തേണ്ടിയും വരും.